ഇസ്രായേലിൻ്റെ ആക്രമണം കാരണം ഇറാനിലെ ജനങ്ങൾ ദുഷ്കരമായ ഒരു സമയത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖൊമൈനി ഒരു രഹസ്യ സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണങ്ങൾ കാരണം രാജ്യം കുഴപ്പത്തിൽപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അറിയപ്പെടുന്നതും പരിചിതവുമായ ഒരു ശബ്ദം ഇറാനിലെ ഭരണകൂടത്തിനെതിരെ വിദേശത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നു. ആ ശബ്ദം മാറ്റത്തിനായി ആഹ്വാനം ചെയ്യുകയും ഇറാൻ ജനതയ്ക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. അവർക്ക് മികച്ചതും തിളക്കമുള്ളതുമായ ഒരു ഭാവി വാഗ്ദാനം ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ഇസ്ലാമിക വിപ്ലവത്തിനു മുൻപ് 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് ഇറാൻ രാജവാഴ്ചയിലായിരുന്നു എന്ന് നമുക്കറിയാം. ആ രാജവാഴ്ചയിലെ മുൻ ഷായുടെ മകനായ റസ പല്ലവിയുടെ വാക്കുകളാണ് മേൽ ഉദ്ധരിച്ചത്. അദ്ദേഹം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ഇറാനോട് സംസാരിച്ചു, ഇറാനിലെ ജനങ്ങളോട് സംസാരിച്ചു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിലെ രാജവാഴ്ച അവസാനിച്ചെങ്കിലും പലരും ഇപ്പോഴും റസ പല്ലവിയെ പ്രവാസത്തിൽ കഴിയുന്ന കിരീടാവകാശിയായി കാണുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. രാജ്യത്തിൻ്റെ നിലവിലെ പ്രശ്നങ്ങൾക്ക് അവരെ കുറ്റപ്പെടുത്തി. ഇറാനിലെ ജനങ്ങൾക്ക് നാടുകടത്തപ്പെട്ട കിരീടാവകാശിയുടെ സന്ദേശം ഇതായിരുന്നു. നാടുകടത്തപ്പെട്ട കിരീടാവകാശി ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പ്രിയപ്പെട്ട ഇറാനികളെ, ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിക്കുകയാണ്, ശിഥിലമാവുകയാണ്. പേടിച്ചേരേണ്ട എലിയെപ്പോലെ ഖമേനി ഒളിവിൽ പോയി രാജ്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തും. ഇപ്പോൾ ഈ ആരംഭിച്ച ദുർവിധി തടയാൻ കഴിയില്ല. അദ്ദേഹം തുടർന്നു: മുന്നിൽ പ്രതീക്ഷയുണ്ട്. ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഈ വഴിത്തിരിവിനെ നമ്മൾ മറികടക്കും. ഈ വേദനാജനകമായ സമയങ്ങളിൽ ഖമേനിയുടെ അപകടകരമായ പ്രവർത്തികളുടെയും തെറ്റായ വിശ്വാസങ്ങളുടെയും ഇരകളായി തീർന്ന എല്ലാ നിരപരാധികളായ ജനങ്ങളെക്കുറിച്ചോർത്തും എൻ്റെ ഹൃദയം തുളുമ്പുന്നു. രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ആയത്തുള്ള അലി ഖൊമേനിയുടെ സർക്കാരിനെ റസ പഹലവി കുറ്റപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു: വർഷങ്ങളായി നമ്മുടെ രാജ്യം യുദ്ധത്താൽ നശിപ്പിക്കപ്പെടുന്നത് തടയാൻ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ പതനം ഇറാനിലെ ജനങ്ങൾക്കെതിരായ 46 വർഷത്തെ ഭീകര ഭരണത്തിൻ്റെ അവസാനമാകുകയാണ്. ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഭയത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും സംവിധാനം ഒടുവിൽ തകരുകയാണ്. ഖമേനി നയിക്കുന്ന ഭരണകൂടത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ഇറാനിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് റസ പഹലവി പറഞ്ഞു: ഈ ഇരുണ്ട അധ്യായം ഒടുവിൽ അവസാനിപ്പിക്കാൻ രാജ്യവ്യാപകമായ ഒരു ഐക്യപ്രസ്ഥാനമാണിപ്പോൾ നമുക്ക് വേണ്ടത്. നമ്മുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള സമയമാണിത്. ബന്ദർ അബ്ബാസ് മുതൽ ബന്ദർ അൻസാലി വരെ, ഷിറാസ് മുതൽ ഇസ്ഫഹാൻ വരെ, തിബ്രിത് മുതൽ സഹേദാൻ വരെ, മഷ്ഹദ് മുതൽ അഹ്വാസ് വരെ, ഷഹർ ഇ കോഡ് മുതൽ കെർമൻഷാ വരെ തുടങ്ങിയ നഗരങ്ങളെല്ലാം കൈകോർത്ത് ഭരണകൂടത്തെ എന്നേക്കുമായി താഴെ ഇറക്കാൻ സഹായിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഇസ്ലാമിക് റിപ്പബ്ലിക് അവസാനിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പെടരുത്. ഇറാൻ കുഴപ്പത്തിലോ ആഭ്യന്തര യുദ്ധത്തിലോ വീഴില്ല. രാജ്യത്തിൻ്റെ ഭാവിക്കും അതിൻ്റെ പുരോഗതിക്കും ഞങ്ങൾക്ക് വ്യക്തമായ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റസ പഹലവി ഇറാനിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഖമേനിയുടെ ഭരണം അവസാനിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ 100 ദിവസങ്ങൾ ഉൾപ്പെടെ അടുത്തതായി വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് പദ്ധതികളുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇറാനിലെ ജനങ്ങൾ സൃഷ്ടിച്ചതും അവരെ സേവിക്കുന്നതുമായ ഒരു ദേശീയ ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കുന്നതിനും പരിവർത്തന കാലഘട്ടത്തിനും അവർ തയ്യാറെടുത്തിട്ടുണ്ട്. റസ പഹലവി സൈന്യം, പോലീസ്, സുരക്ഷാസേന, സർക്കാർ ജീവനക്കാർ എന്നിവരോട് അഭ്യർത്ഥിച്ചു. അവരിൽ പലരും അടുത്തിടെ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു: ഇതിനകം തന്നെ വീണുകൊണ്ടിരിക്കുന്നതും അതിജീവിക്കാൻ കഴിയാത്തതുമായ ഒരു ഭരണകൂടത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോകരുത്. തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കായി നിങ്ങളുടെ ജീവൻ പണയപ്പെടുത്തരുത്. പകരം ജനങ്ങളുമായി കൈകോർക്കാൻ അദ്ദേഹം അവരോട് അഭ്യർത്ഥിച്ചു. ജനങ്ങളോടൊപ്പം നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ ഭാവിയും സംരക്ഷിക്കാൻ കഴിയും. ഇറാൻ്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്ന് ഒരു ജനാധിപത്യ രാജ്യത്തിലേക്കുള്ള മാറ്റത്തിൽ അർത്ഥവത്തായ പങ്ക് വഹിക്കാനും രാജ്യത്തിന് മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിക്കാനും ഞങ്ങൾക്ക് അവസരമുണ്ട്. ഇറാനെതിരായ ഇസ്രായേലിൻ്റെ സൈനിക നടപടിയുടെ ഒരു ലക്ഷ്യം നേതൃമാറ്റമാണ് എന്നതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെയാണ് നിലവിലെ ഇറാനിയൻ ഭരണകൂടത്തെ താഴെയിറക്കാൻ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറാനിലെ ജനങ്ങൾക്ക് റസ പഹലവിയുടെ വൈകാരിക സന്ദേശവും വന്നത്. അദ്ദേഹം ഇറാൻ്റെ സർക്കാരിനെ സ്വേച്ഛാധിപത്യമെന്നും തീവ്ര ഇസ്ലാമിക ഭരണകൂടമെന്നും വിളിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആയത്തുള്ള ഖൊമേനിയുടെ ഭരണത്തെക്കുറിച്ച് പ്രകടിപ്പിച്ച അതേ വീക്ഷണമാണിത്.
ഇറാന്റെ തീവ്ര ഭരണകൂടത്തിന് അണുവായുധം ലഭിക്കുന്നത് തടയുക എന്നതാണ് നെതന്യാഹുവിന്റെ പ്രധാന ലക്ഷ്യം. ഇത് ഗുരുതരമായ ഒരു ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും ഇറാൻ വളരെ ഉയർന്ന അളവിൽ യുറേനിയം സമ്പുഷ്ടമാക്കിയതിനാൽ സമാധാനപരമായ ആണവോർജ്ജത്തിന് ആവശ്യമായതിനേക്കാൾ വളരെ കൂടുതൽ സമ്പുഷ്ടമാക്കിയതിനാൽ അത് തങ്ങൾക്ക് അപകടകരമെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഖമേനിയുടെ സർക്കാർ അത് ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഇത് ഇറാന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയമുണ്ടാക്കുന്നു. പുതിയ ആണവ കരാർ ഉണ്ടാക്കാൻ ഇറാനുമായി ചർച്ച നടത്തിയിരുന്ന US ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് പോലുള്ള സമാധാനപരവും സിവിലിയൻ ഉപയോഗത്തിനും 3.67% യുറേനിയം സമ്പുഷ്ടീകരണം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിശദീകരിച്ചു. എന്നാൽ ഇറാൻ ഇതിനകം തന്നെ ആ പരിധിക്കപ്പുറം കടന്നിരിക്കുന്നു. അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം 60%-ലധികമായി. ഇതൊരു ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ 90%-ന്റെ ലെവലിൽ നിന്ന് ഒരു ചുവട് മാത്രം അകലെയാണ്. ഈ സാഹചര്യത്തെ അസ്വീകാര്യമെന്ന് വിശേഷിപ്പിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ആണവായുധം നിർമ്മിക്കാനുള്ള ആശയം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. ഖമേനിയുടെ കീഴിലുള്ള നിലവിലെ ഭരണകൂടം തീവ്ര നേതാക്കളാൽ നിർമ്മിതമാണെന്നും അത്തരം അപകടകരമായ ആയുധങ്ങൾ ഒരിക്കലും അവർക്ക് അനുവദിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 13 വെള്ളിയാഴ്ച ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ അപകടകരമായി സമ്പുഷ്ടീകരണം നടത്തുകയാണെന്നും ആണവായുധത്തിലേക്കുള്ള ചുവട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടതിനെ തുടർന്നാണിത്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ IAEA അഭിപ്രായത്തിൽ ഇറാന്റെ എല്ലാ പ്രധാന ആണവ കേന്ദ്രങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നു. കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപുള്ള ഇറാനെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും, പ്രത്യേകിച്ച് യുവതലമുറയിലുള്ളവർക്ക്. അത് ആ രാജ്യത്തിൻ്റെയും സാഹചര്യം അതുതന്നെയാണ്. അവിടെയും യുവതലമുറയിലുള്ള പലർക്കും ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള ഇറാൻ എന്താണെന്ന് ഒരുപക്ഷെ അറിയാൻ വഴിയില്ല. 1979 ഇസ്ലാമിക വിപ്ലവകാലത്ത് ഇറാന്റെ അവസാന രാജാവായ മുഹമ്മദ് റസ പഹ്ലവി രാജ്യം വിട്ടു. അടുത്ത വർഷം 1980 ഈജിപ്തിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. രാജകുടുംബം പുറത്താക്കപ്പെട്ടപ്പോൾ സിംഹാസനത്തിൽ അടുത്ത സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ റസ പഹ്ലവി ഇപ്പോൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് സമാധാനപരമായ പ്രതിഷേധങ്ങളിലൂടെ ഇറാന്റെ നിലവിലെ വ്യവസ്ഥയെ മാറ്റുക എന്ന ആശയം അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയും പുതിയൊരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കുന്നതിന് ഒരു ദേശീയ റഫറൻഡത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിദേശത്ത് താമസിക്കുന്ന നിരവധി ഇറാനികൾ, പ്രത്യേകിച്ച് വിപ്ലവത്തിനിടയിലോ അതിനുശേഷമോ രാജ്യം വിട്ടവർ റസ പഹ്ലവിയെ ആരാധിക്കുകയും രാജവാഴ്ച തിരിച്ചു വരുന്നത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഇറാനിൽ തന്നെ അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണയുണ്ടെന്ന് വ്യക്തമല്ല. വിപ്ലവത്തിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഓർമ്മിക്കാൻ രാജ്യത്തെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗവും ഇന്നില്ല. ജനങ്ങളിൽ ഭൂരിഭാഗവും വളരെ ചെറുപ്പമാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഭരണം അവസാനിച്ചതിന് ശേഷം ഇക്കഴിഞ്ഞ 46 വർഷമായി ഇറാൻ വളരെയധികം മാറിയിട്ടുണ്ട്. ചില ഇറാനികൾ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള കാലത്തെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതിനെ കൂടുതൽ ആധുനികവും തുറന്നതുമായ ഒരു യുഗമായി കരുതുന്നു. എന്നിരുന്നാലും മറ്റു ചിലർ സാമൂഹിക അസമത്വവും രാഷ്ട്രീയ അടിച്ചമർത്തലും ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങളും ഓർക്കുന്നു. കാരണം ഒരു രാജഭരണത്തിൽ സ്വാഭാവികമായും ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതൊക്കെ അന്നുള്ള ജനങ്ങളും അനുഭവിച്ചു. എന്നാൽ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നിലവിൽ വന്ന ഇസ്ലാമിക ഭരണകൂടവും ഒട്ടും മോശമായിരുന്നില്ല എന്നതാണ് സത്യം. 1979 മുമ്പ് ഇറാൻ അമേരിക്കയുമായും ഇസ്രായേലുമായും അടുത്തതും സൗഹൃദപരവുമായ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ വിപ്ലവത്തിന് ശേഷം എല്ലാം മാറി. US പിന്തുണയുള്ള ഷായെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഇറാൻ ആയത്തുള്ള എന്നറിയപ്പെടുന്ന ഒരു പരമോന്നത നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി. അതിനുശേഷം ഇറാനും അമേരിക്കയും ശക്തരായ എതിരാളികളായി മാറി. ശത്രുതാപരമായ ബന്ധമായിരുന്നു അവർ തമ്മിൽ പിന്നീട് ഉണ്ടായിരുന്നത്. ഷായുടെ ഭരണത്തിനെതിരായ പ്രതിഷേധമായാണ് 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം ആരംഭിച്ചത്. സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പ്രസ്ഥാനത്തിൽ ചേർന്നു. പക്ഷേ പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഷാ മുഹമ്മദ് റസ പഹ്ലവി രാജ്യം വിട്ടു. എന്നിരുന്നാലും പ്രതിഷേധക്കാരും ആയത്തുള്ളയുടെ കീഴിലുള്ള പുതിയ നേതൃത്വവും അദ്ദേഹത്തെ ഇറാനിലേക്ക് തിരികെ കൊണ്ടുവന്ന് നീതി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു. 1979 നവംബറിൽ ഷായെ ഇറാനിലേക്ക് തിരിച്ചയക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കൂട്ടം തീവ്ര വിദ്യാർത്ഥികൾ ടെഹ്റാനിലെ US എംബസി ഏറ്റെടുത്ത്
അവർ 52 അമേരിക്കക്കാരെ 444 ദിവസത്തേക്ക് ബന്ദികളാക്കി. ഈ ഗുരുതരമായ സംഭവം ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതിനും രാജ്യത്തിനെതിരായ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനും അമേരിക്കയെ പ്രേരിപ്പിച്ചു. ആ നിമിഷം മുതൽ ഇറാനും US-ഉം അടുത്ത സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത ശത്രുക്കളായി മാറി. ഇറാന്റെ ആണവ പദ്ധതി താൽക്കാലികമായി പരിമിതപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര കരാറിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2018 പിന്മാറിയതോടെ ഈ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളായി. കരാറിൽ നിന്ന് പിന്മാറിയ ശേഷം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ച കനത്ത ഉപരോധങ്ങൾ US വീണ്ടും കൊണ്ടുവന്നു. ആരാണ് ഇറാന്റെ പരമോന്നത നേതാവ്? ആയത്തുള്ള എന്ന സ്ഥാനം എന്താണ്? ഇസ്രായേൽ ഇറാനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്തി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമൈനി ബുധനാഴ്ച ശക്തമായ ഒരു പ്രസ്താവന നടത്തി. ഇസ്രായേൽ ഞങ്ങളുടെ ആണവ പദ്ധതി തകർക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യം കീഴടങ്ങില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്താ ഏജൻസിയിലൂടെ സംസാരിച്ച ഖമീനി പ്രഖ്യാപിച്ചു, യുദ്ധമുണ്ടായാൽ ഞങ്ങൾ യുദ്ധം കൊണ്ട് തിരിച്ചടിക്കും. അവർ ഞങ്ങളെ ബോംബ് വെച്ചാൽ ഞങ്ങൾ അവരെ ബോംബ് ചെയ്യും. അവർ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇറാൻ ഒരു സമ്മർദ്ദത്തിനും പുറത്തുനിന്നുള്ള ആവശ്യങ്ങൾക്കും വഴങ്ങില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഖമേനിയുടെ പ്രസ്താവന. 35 വർഷത്തിലേറെയായി ഇറാന്റെ ഉന്നത നേതാവാണ് ഖമേനി. ഇസ്രായേലിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം അദ്ദേഹം ഒളിവിൽ പോയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങളും മിക്കവാറും എല്ലാ ദിവസവും പരസ്പരം വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനാൽ ഖമേനിയെ നേരിട്ട് ലക്ഷ്യമിടുന്നത് എന്ന ആശയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞിട്ടില്ല. ഇറാന്റെ പരമോന്നത നേതാവ് ആരാണെന്നും അദ്ദേഹം എന്തുകൊണ്ട് പ്രധാനമാണെന്നും ലളിതമായി പറയാം. ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായി മാറിയത് എപ്പോഴാണ്? 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമേനി 1989 മുതൽ ഇറാനെ നയിക്കുന്നു. രാജ്യത്തിൻ്റെ ആദ്യത്തെ പരമോന്നത നേതാവായ റൊഹോള ഖമേനിയുടെ മരണശേഷം അദ്ദേഹം അധികാരമേറ്റു. അവസാന ഷാ മുഹമ്മദ് റസ പല്ലവിയെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനെ തുടർന്ന് 10 വർഷത്തോളം ഖമേനി ഇറാനെ നയിച്ചു. ഖമേനി ഹുസൈൻ അലി മൊണ്ടസറിക്ക് നേതൃത്വം കൈമാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അദ്ദേഹം മനസ്സുമാറ്റി മൊണ്ടസറിയെ നീക്കം ചെയ്തു. പകരം ഖമേനിയുടെ മരണശേഷം ആ സ്ഥാനം ഏറ്റെടുക്കാൻ അസംബ്ലി ഓഫ് എക്സ്പെർട്ട് സുപ്രീം നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് ഉത്തരവാദിയായ ഒരു സംഘം ഖമേനിയെ തിരഞ്ഞെടുത്തു. സുപ്രീം ലീഡർ ആകുന്നതിന് മുമ്പ് ഖമേനി 1981 മുതൽ 89 വരെ ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വാഷിംഗ്ടൺ DC അടിസ്ഥാനമായുള്ള ഒരു തിങ്ക് ടാങ്കായ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിൻ്റെ അഭിപ്രായത്തിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇറാന്റെ സുപ്രീം ലീഡർ അടിസ്ഥാനപരമായി ഒരു ആജീവനാന്ത നേതൃപദവിയാണ്. ഇറാന്റെ വ്യവസ്ഥിതിയിൽ രാഷ്ട്രീയ അധികാരം മതപരമായ അധികാരവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഔദ്യോഗികമായി സുപ്രീം ലീഡർ രാഷ്ട്രത്തലവനാണ്. അദ്ദേഹത്തിന് വലിയൊരു അധികാരമുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാന നയങ്ങൾ തീരുമാനിക്കുക, അവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക, സൈന്യത്തിന്മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കുക എന്നിവയാണ് ആ റോളിൽ ഉൾപ്പെടുന്നത്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ദേശീയ പോലീസ് എന്നിവയുടെ തലവന്മാർ ഉൾപ്പെടെയുള്ള ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ ഈ സുപ്രീം ലീഡറാണ് നിയമിക്കുന്നത്.